കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് ശ്രീമൻ ടി ശരത്ചന്ദ്ര പ്രസാദ് വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നത് വിശദമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാരോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, കടകംപള്ളി സുരേന്ദ്രനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDFിൻ്റെ കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രൻ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എനിക്കൊന്നൊരു ഒരു പതിറ്റാണ്ട് കാലത്തിലധികമായി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വനിത എത്ര ഹീനവും ദയനീയവുമായിട്ടുള്ള പ്രതികരണമാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് നടത്തിയിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള പ്രതികരണമല്ലേ അവർ നടത്തിയിട്ടുള്ളത്. അവർ ഞാനുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തിയപ്പോൾ അവർ പറയുകയായിരുന്നു, അവരിവിടെ ഏതോ ഒരു ലാബ് എന്തോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെന്നപ്പോൾ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അവിടെ വന്നു. ആദ്യ തവണ ഈ സ്വപ്ന സുരേഷിനെ കാണുമ്പോൾ, അവരന്ന് കോൺസൽ ജനറലിന്റെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ്, അവർ കോൺസൽ ജനറലുമായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ആദ്യ തവണ സ്വപ്ന സുരേഷിനെ കണ്ടപ്പോൾ തന്നെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വന്ന് അവരുടെ തോളിൽ കൈയിട്ടു എന്നാണ് അവർ പരസ്യമായി അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. അവരാകെ അവജ്ഞ തോന്നി അവരെ കൈ തട്ടി മാറ്റുകയാണ് ചെയ്തത്. ഞാൻ അവരോട് അഭിമുഖ സംഭാഷണം നടത്തിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ഏറ്റവും ഒരു വളരെ മോശമായിട്ടുള്ളൊരു മുഖഭാവത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചത്, സർ വുഡ് യു ലൈക്ക് ടു ടച്ച് ഡർട്ട് എന്നാണ് എന്നോട് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ, സർ നിങ്ങൾക്ക് മാലിന്യത്തെ തൊടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സർ എന്നാണ് സ്വപ്ന സുരേഷിനോട് ചോദിച്ചത്. അതിനുശേഷം അവരെന്നോട് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ, ഒരു മന്ത്രി എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റിപ്പോലും ഒരിക്കലും കേൾക്കാത്ത അഭിപ്രായങ്ങളാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ, വീട്ടിൽ കയറ്റിയാൽ ചെരുപ്പ് കൊണ്ട് അടിക്കാൻ തോന്നും, ചെരുപ്പ് കൊണ്ട് അടിച്ച് പറഞ്ഞു വിട്ടാൽ തന്നെ വീണ്ടും കയറി വരും എന്നൊക്കെ പറഞ്ഞ് വളരെ നീചവും നികൃഷ്ടവുമായിട്ടാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ CPMന്റെ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞത്.